ഇവളെ ടിവിയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബ്ലഷ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര awkward ആയിരുന്നു. ഞാൻ കുറെ നാൾ ഇവിടെ മൂവീസ് ഒന്നും കാണത്തില്ല. ഞാൻ ഇവിടെ അർച്ചന 31 ഒക്കെ ഇറങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഇവളെ ഇത് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഒരു എന്തോ ഒരു ഓക്വേർഡ്നെസ് അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഓക്കെ. ആദിത്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, ആദിത്യനെ അടുത്തേക്ക് എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എഫേർട്ട് ഇടുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹീൽ സേ ദാറ്റ് ഈസ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ഹീസ് റെഡി ടു സേ സോറി ആൻഡ് ഹീസ് റെഡി ടു മേക്ക് ദാറ്റ് ചേഞ്ച്. ലളിതഗാനത്തിൻ്റെ മത്സരത്തിന് ഞാൻ പാടാനിരിക്കുമ്പോൾ ഇവൻ ബാക്കിൽ വന്നിട്ട്, ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കും, ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ബാക്കിൽ വന്നിട്ട് ഞാനിവിടെ നിന്നാൽ കുഴപ്പമുണ്ടോ, ഞാൻ ഈ പാട്ടൊന്ന് കേട്ടോട്ടെ എന്ന് ചോദിച്ച് വന്ന് നിന്നായിരുന്നു. എന്നിട്ട് ആ ലൈറ്റ് മ്യൂസിക് കേൾക്കാനായിട്ട് ഇവൻ വന്ന് നിന്നായിരുന്നു. നെഞ്ചിലേ ഭാരം ഉനക്കാകവേ നാനും സുമൈ താങ്കിയായി താങ്കുവേ. എനിക്ക് ആങ്സൈറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് ഇതൊരു ഈ 30,000-40,000 തോട്ട്സ് ആയിരിക്കും എൻ്റെ തലയിൽ കൂടെ ഓടുന്നത്. സപ്പോസ് അത് ആദ്യത്തെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മറ്റേ 0 ആയിട്ട് നിൽക്കും. നമ്മൾ മറ്റേ വീട്ടിലെത്തി, ഹോം. അഞ്ജുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് കവർ ഒരുപാട് ചെയ്തിട്ടില്ലേ? എന്റെ പാട്ടൊന്നും അവൻ കേൾക്കാറ് പോലും ഇല്ല. അതുണ്ടാവും. ഇല്ല, അവന് ഭയങ്കര ചമ്മല അത് കാണാനും കേൾക്കുന്നതും ഒക്കെ. ആദ്യം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഇവളെ ടിവിയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബ്ലഷ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര awkward ആയിരുന്നു. ഞാൻ കുറെ നാൾ ഇവിടെ മൂവീസ് ഒന്നും കാണത്തില്ല. ഞാൻ ഇവിടെ അർച്ചന 31 ഒക്കെ ഇറങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഇവളെ ഇത് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഒരു എന്തോ ഒരു ഓക്വേർഡ്നെസ് അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഓക്കെ. കവേഴ്സ് വെക്കും, കവേഴ്സ് ഇടയ്ക്ക് കേൾക്കും. മറ്റേ നാടോടിപ്പൂന്നിങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മറ്റേതാ ഏറ്റവും ഇഷ്ടം. നിന്റെ മറ്റേ നമ്മൾ ആലപ്പുഴ വെച്ച് ഷൂട്ട് ചെയ്തത് പച്ച ഡ്രസ് ഇട്ട അത് ഇവള് പാടിയിരിക്കുന്ന നല്ല രസത്തില്ല. ആദിത്യനും അഞ്ജുനും സെയിം ഏജ് ആണ്. അപ്പൊ അത്രയും നാൾ ആദിത്യൻ ബാച്ചിലറായി നിൽക്കുക എന്നുള്ളത് അത് ഭയങ്കര അതിശയം എന്ന സെൻസ്. അപ്പോൾ എന്തോ ഒരു ഇമോഷൻ അന്ന് അവൻ എൻ്റെ അടുത്ത് ആദിത്യം പറഞ്ഞത്, എനിക്കൊരു ഇമോഷണൽ കണക്ട് വരണം, അതെനിക്ക് അഞ്ജുവിനെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ സ്റ്റോറിയും കൂടെ ഉണ്ടല്ലേ അഞ്ജുവിനെ അങ്ങനെ തോന്നിയത്? അതെന്താന്ന് വെച്ചാ എനിക്ക് ലണ്ടനിൽ പ്രൊജക്റ്റൊക്കെ ആയിട്ട് പോകേണ്ടി വന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇവിടുത്തെ പറഞ്ഞ് ഞാനൊരു 7-8 മന്ത്സ് കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ. ആ സമയത്തപ്പോൾ ഇവൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇവള് ഓൾമോസ്റ്റ് വിചാരിച്ചു ഞാനിപ്പോൾ ദൂരെ പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്കപ്പ് ആയി പൊക്കോളും, പിന്നെ ഇതിന് വലിയ ഫ്യൂച്ചർ കാണത്തില്ല. അപ്പോൾ ഇവൾ ഒന്ന് റിലക്റ്റൻ്റ് ആയിട്ട് ഒന്ന് ബാക്കിലേക്ക് വന്നായിരുന്നു. എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി തന്നെ ഷീൽഡ് ചെയ്ത് എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങി. അപ്പം ഞാനവിടെ പോയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവളെന്തായാലും വേണം എൻ്റെ ലൈഫിൽ എന്നുള്ളൊരു തീരുമാനം. അല്ല അതിപ്പോ നമ്മള് അതാണ്. പക്ഷെ അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇൻട്രോസ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട്. നമുക്ക് ശരിക്കും എന്താ വേണ്ടെന്നുള്ള രീതിയിൽ. യൂറോപ്യൻ കൺട്രീസിൽ പോയാൽ എപ്പോഴും ആളുകൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാവർക്കും അവരുടെ വൈഫ് മാത്രമേ ഉള്ളൂ, അവർക്ക് റിലേറ്റീവ്സ് ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ പറയുമായിരുന്നു അവരുടെ പാരൻസിനെയൊക്കെ കാണുന്നത് വർഷത്തിലൊരിക്കലായിരിക്കും. ഈ വർഷത്തിലൊരിക്കൽ കാണുമ്പോൾ തന്നെ അവർ അപ്പോയിൻമെൻ്റ് ഒക്കെ എഴുതിയിട്ടാണ് പോയി കാണുന്നത്. അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവരും അവരുടെ പാർട്ട്ണറും മാത്രം. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ വൈഫ് ആകണമെന്നില്ല, പല രീതിയിലുള്ള പാർട്ട്നേഴ്സ് ആകാം, ഡൊമസ്റ്റിക് പാർട്ട്നേഴ്സ് ആകാം, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആകാം. പക്ഷെ എന്നാലും അവരും പാർട്ട്ണറും മാത്രമുള്ള ലൈഫാണ്. അപ്പം ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു ഡു യു ഹാവ് എ ഗേൾ ബാക്ക് ഹോം. ഞാൻ പറഞ്ഞു ഐ ഹാവ് എ ഗേൾ ബാക്ക് ഹോം ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു ഗോ ബാക്ക് ടു ഹെർ സം ടൈം എന്നുള്ള രീതിയിൽ ഞാൻ പറയുമായിരുന്നു എപ്പോഴും. എൻ്റെ അടുത്ത് 2 തവണ അവരവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഇവളുടെ പേര് പറഞ്ഞാൽ മുങ്ങിയത്, ഇല്ല എനിക്ക് കല്യാണം കഴിക്കണം എന്ന്. അപ്പോൾ അതിനു മുന്നേ ഞാൻ അവിടെ ചെന്നൊരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു ഇത് ടൂ മച്ചാ, നീ കയറി വാ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവള് പറയും ഞാൻ എന്തിനു വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സാധനങ്ങളും ഇവളുടെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തു. നമ്മളൊരു ചെറിയൊരു സ്കോട്ട്ലൻഡ് റോഡ് ട്രിപ്പ് ബുക്ക് ചെയ്തു. ഞാൻ എൻ്റെ അവിടെ ഉള്ളായിരുന്നു കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പോയ സ്ഥലത്ത് പിന്നെ എനിക്ക് കുറേ സ്കോട്ടിഷ് വെൽഷ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്തൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനൊരു കാർ ബുക്ക് ചെയ്തു, ഇവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു. എല്ലാ സിറ്റീസിലും സ്കോട്ട്ലൻഡിലെ എല്ലാ സിറ്റീസിലും ഓരോരോ ഒരു പ്ലേസൊക്കെ ബുക്ക് ചെയ്ത് ഇവളെ ഐറ്റിനറിയൊക്കെ ഫുൾ റെഡിയാക്കിയിട്ട് ഇവളെ വരാൻ പറഞ്ഞു.
അത് വരാൻ പറഞ്ഞ ദിവസം രാത്രി 12:30 എന്തോ ഹീത്രോ എന്നുള്ള ലാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഇവള് വരേണ്ടത് ഒരു 11:30 ആയിട്ടാണ്. ഇവളവിടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ സ്റ്റക്കാണ് കുറേ നേരം. അപ്പോൾ എനിക്ക് ഫോട്ടോസ് അയക്കുന്നുണ്ട്, ക്യൂ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താ സംഭവം എന്ന് വെച്ചാൽ, യൂഷ്വലി എങ്ങനെയാണ് നമുക്കൊരു ട്രെയിൻ പിടിക്കണമെങ്കിൽ ടൈം പെട്ടെന്ന് പോകുന്ന പോലെ, അല്ല ടൈം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തീരുന്ന പോലെ, ഒരാൾ വരാൻ ലേറ്റ് ആയെങ്കിൽ ടൈം പെട്ടെന്ന് പോയി, ഇപ്പോൾ ട്രെയിൻ വരും. ഇവള് വന്നിട്ട് എനിക്ക് ടൈം പോകുന്നില്ല. ഇവളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക, ഇവളിപ്പോര്. ഞാനാണ് ഫ്ലവറൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക ഇവളെ റിസീവ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവള് വന്നില്ല. അവസാനം ഇവള് വന്നു കുറെ ലാസ്റ്റ് ആയിട്ട് ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയി. ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് മനസ്സിലേക്ക് നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ആള് എന്നുള്ള ഒരു സാധനം. ഫൈനലി സമ്മൺ ഹാസ് കം ഫോർ മീ എന്നുള്ള ഒരു ഫീൽ വരത്തില്ല, നമുക്ക് വേണ്ട ആള്. ഇല്ല, ഞാൻ തീരുമാനിച്ചതും ആ ട്രിപ്പിനകത്ത് തന്നെയാ. കാരണം ഒരു നമ്മള് സ്കോട്ട്ലൻഡില് ട്രാവൽ ചെയ്ത സമയത്ത്, സ്കോട്ട്ലൻഡിൽ ട്രാവൽ ചെയ്തപ്പോ തണുപ്പാ, ഭയങ്കര തണുപ്പാ. 0 ഡിഗ്രി അങ്ങനെയൊക്കെയാണ്, നല്ല തണുപ്പാ. ഞങ്ങള് എഡിൻബറന്ന് ഗ്ലാസ്ഗോ വഴി നമ്മള് ഒബാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു നമുക്കൊന്നും അങ്ങനെ ഇന്ത്യൻ ഫുഡൊന്നും കിട്ടത്തില്ല, ഇന്ത്യൻ ഫുഡ് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന്. ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു നമുക്ക് കഴിച്ചിട്ട് പോവാം. അപ്പം ഞാൻ ഓർത്ത് കഴിക്കുന്നെങ്കിൽ നമുക്ക് സ്കോട്ടിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്ലാഗ്ഷിപ്പ് സാധനങ്ങൾ കഴിക്കാം. അപ്പൊ അവരുടെ മെയിൻ ആയിട്ടുള്ള യൂഷ്വൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കോട്ടേജ് പൈ, പിന്നെ ഹാഗിസ്, സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളുണ്ട്, ഡിഷസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവൾക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അപ്പോഴേ പുള്ളിക്കാരിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, മുഖം ഇതായിട്ടിരിക്കും. അപ്പൊ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ വിശന്നാൽ ഞാനല്ലാതായി. മറ്റേ ഒരു പ്രശ്നമുണ്ട്, വിശന്ന എനിക്ക് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ഉണ്ട്. അരമണിക്കൂറേ ഉള്ളൂ വിശന്ന് തുടങ്ങിയാൽ പിന്നെ അരമണിക്കൂറേ ഉള്ളൂ സ്ലോട്ട്. അത് എന്റെ ചുറ്റുമുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതും ചെയ്യുന്നതും എനിക്ക് തന്നെ ബോധം ഉണ്ടാവില്ല. എനിക്ക് വിശന്ന കയ്യിന്ന് പോയി ഞാൻ. കലിപ്പ് സീനോ? ഇല്ല, അപ്പൊ കലിപ്പിട്ടില്ല. വിശന്നു, വയറ് നിറഞ്ഞു, പക്ഷെ മനസ്സ് നിറഞ്ഞിട്ടില്ല, ചോറ് കിട്ടാത്തത് കൊണ്ട്. അപ്പൊ അവര് ചായ കിട്ടിയ ഒരു ആശ്വാസം, തണുപ്പാണല്ലോ, ഇച്ചിരി ചൂട് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ചായ മേടിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ആ കടയിൽ ചായ കിട്ടിയില്ല. കടയിലൊന്നല്ല, ഞാൻ പ്ലാൻ ചെയ്തതിനകത്തുനിന്ന് ഒരു 1 hour എക്സ്ട്രാ ഡീറ്റൂർ വേണ്ടി വന്നു. കാരണം നമുക്കൊരു സ്ഥലത്ത് നിന്നപ്പോൾ ഫ്ലഡ് ആയി. അപ്പോൾ അവിടുത്തെ റോഡ് ക്ലോസ്ഡ് ആയി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് കൺട്രി സൈഡിൽ കൂടെ ഒബാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒബാനിൽ പോകാനായിട്ട് നമുക്ക് റൂട്ട് കൂടുതലായതുകൊണ്ട് ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുത്തു. അപ്പോൾ ഇവക്ക് ചായ വേണമെന്ന് പറഞ്ഞു 4 മണിയൊക്കെ ആയപ്പോൾ. 4 മണിയായിട്ട് നമുക്ക് കടകളൊന്നും കാണുന്നില്ല, വീടുകളും ഒന്നും കാണുന്നില്ല, റോഡ് തന്നെ റോഡ്. പിന്നെ മറ്റേ മലഞ്ചെരിവും കുറേ ചെമ്മരിയാടും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇവള് പുറത്തോട്ട് നോക്കിയിരിക്കുന്നു. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്തുമ്പോൾ നമ്മൾ നേരെ നോക്കി, ഞങ്ങൾ പാട്ട് പോലും ഇടാറില്ല, വർത്താനം പറഞ്ഞായിരിക്കും ഫുൾ ടൈം ഇരിക്കുക. എത്ര നേരം വേണേലും നമുക്ക് സംസാരിക്കാം. ഈ 3 വർഷമായിട്ടും ഈ സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അങ്ങ് സംസാരം ഏത് തരും. അപ്പോൾ അന്ന് ഈ ചായ കിട്ടുന്നില്ല എന്നൊക്കെ സ്വഭാവം മാറി തുടങ്ങി എൻ്റെ. അപ്പൊ ആ പൊസിഷൻ അങ്ങ് മാറും. ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് പുറത്തേക്കാകും, ലുക്ക് ഇങ്ങനെയാകും, തിരിഞ്ഞ്. അതാണ് ഫസ്റ്റ് സൈൻ ഓഫ് ഇത് വിശപ്പ്. അപ്പൊ ഇപ്പൊ ഇവൻ പറയടി എന്ത് പറ്റിയടി നിനക്ക്? ഞാൻ പറയും എനിക്ക് വിശക്കുന്നു, എനിക്ക് ചായ വേണമെന്ന് തോന്നുന്നു. ആദ്യം അപ്പഴേ ഇവന് മനസ്സിലായി ചായ കിട്ടാത്തതാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത് മനസ്സിലായി. ചായ കിട്ടാൻ സ്ഥലമില്ല, പെട്രോൾ ബങ്ക് ഒന്നുമില്ല, സർവീസ് സ്റ്റേഷൻസ് ഒന്നുമില്ല, മക്ഡി അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. അവിടെ കുറെ ദൂരം ഡ്രൈവ് ചെയ്ത് വന്നപ്പോ ഒരു ബാർ, അവിടെ ഒരു പബ്ബ്. അപ്പൊ അവിടെ ചെന്നപ്പോ കുറെ അങ്കിൾമാരൊക്കെ ഇരുന്ന്, അവിടുത്തെ ഇംഗ്ലീഷ് അമ്മാമ്മമാരൊക്കെ ഇരുന്ന് നൈസായിട്ട് ഓരോ ബിയറൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ ആ ബാറിൽ നിന്ന് എനിക്ക് അവിടെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എനിക്കൊരു ചായ ഉണ്ടാക്കിപ്പിച്ച് തന്നു. ആ മൊമെന്റ് ആയിരുന്നു ഞാൻ റിയലൈസ് ചെയ്യുന്നത് ആദിത്യ പരമേശ്വരൻ ഈസ് ദ ഗൈ. നമ്മുടെ ലൈഫ് ഡേഞ്ചറിലാവുമ്പോഴല്ലേ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബാറിൽ നിന്നും ചായ കുടിച്ചത് ഭയങ്കരമായി പോയല്ലേ. അവര് തന്നെ ഞെട്ടിപ്പോയിക്കാണ്. ബ്ലാക്ക് ടീ ആയിരുന്നു, ബ്ലാക്ക് ടീ ക്രീം തിന്നു. അവിടെ നിന്നായിരുന്നു തീരുമാനിച്ചത്, ഞാൻ തീരുമാനിച്ചത് അവിടെ നിന്ന്.
പക്ഷെ ഓവറോൾ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ ലണ്ടനിൽ നിന്ന് പോയപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മൾ കല്യാണം കഴിക്കും, അതിലെത്തി. പക്ഷെ എപ്പോഴും അഞ്ജുൻ്റെതായ കുറെ ഡിസിഷൻസ് ഉണ്ട് അല്ലേ, എപ്പോഴും എല്ലാ കാര്യത്തിലും എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കും. ഞാനാണ് അവളെ കൺവിൻസ് ചെയ്യേണ്ടത് എപ്പോഴും, കാരണം അവൾക്ക് അവളുടേതായ ഒരു ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അതിനകത്തൊന്നും വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ ഞാൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കണം. കാരണം പുള്ളിക്കാരി അങ്ങനെയാണ്. പുള്ളിക്കാരി കുറേ നാളായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ലൈഫിനെ പറ്റിയിട്ട്, അതിൽ തന്നെ ഓടുന്നത്. തീർച്ചയായിട്ടും അതാ നല്ലതല്ലേ. അത് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഞാൻ ചോദിക്കാൻ വരുന്നത്, ഒറ്റയ്ക്ക് ഇത്ര നാൾ താമസിച്ചല്ലോ, ഇനിയിപ്പോൾ ഒരാളെയും കൂടി കൂടുമ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാരണം അത് കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണല്ലോ കൂടെ കൂട്ടിയത്. എല്ലാം ഇനി ഷെയർ ചെയ്യേണ്ടി വരും. അതെ സാരമില്ല. ഭയങ്കര വൃത്തിയാണ് ആൾക്ക്. ഉണ്ട്. അപ്പം ആ വൃത്തി നമ്മൾ കീപ്പപ്പ് ചെയ്യണം. അത് വേണം തീർച്ചയായിട്ടും. ടാസ്ക് ഉണ്ട്. ഇല്ല, എനിക്ക് ഇപ്പോൾ ഒരാളത് വൃത്തിയായിട്ട് ഇട്ടില്ലെങ്കിലും പക്ഷെ ആ എഫേർട്ട് ഇടുന്നു എന്ന് കാണുന്നത്. ഇപ്പം ആദിത്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, ആദിത്യനെ അടുത്തേക്ക് എന്നെ അട്രാക്ട് ചെയ്ത കാര്യം എഫേർട്ട് ഇടുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹീൽ സേ ദാറ്റ് ഈസ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ഹീ ഈസ് റെഡി ടു സേ സോറി ആൻഡ് ഹീ ഈസ് റെഡി ടു മേക്ക് ദാറ്റ് ചേഞ്ച്. ഇപ്പം അത് ഇപ്പം അവൻ്റെ സ്വഭാവത്തിലുള്ളൊരു സംഭവമാണെങ്കിൽ പോലും ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ ഒറ്റ തവണയും കൊണ്ട് അതിൽ വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഹീൽ മേക്ക് എൻ എഫേർട്ട് ടു ആ ഒരു ഇത് ആ എഫേർട്ട് ഇടുന്നതാണ്. മറ്റേ ഞാൻ പിടിക്കുന്ന മുതല് 3 കൊമ്പെന്നും പറഞ്ഞൊന്നും നിക്കുന്നില്ലല്ലോ, അത് തന്നെ വലിയ. ബെഡിൽ ടവൽ ഇടുന്ന ഗൈ തന്നെയായിരുന്നു ഞാനും പണ്ട്. പിന്നെ വേറെ കാര്യം, ആദ്യത്തെ നല്ല കിടിലായിട്ട് ഫുഡ് ഉണ്ടാക്കും, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന, നല്ല മീൻകറി ഉണ്ടാക്കുന്നല്ലേ. അത് പ്രൗഡിയോട് പറയുന്ന, നമ്മളെയൊക്കെ വിളിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരാളും കൂടി ആദിത്യൻ. ഞാൻ ആദിത്യന്റെ മീൻകറിയും ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ആദിത്യൻ തന്നെ വിളിച്ചോണ്ട് പോയി ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇച്ചിരി ഗ്രീൻ ഫോറസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പുകഴ്ത്തുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവും കാണത്തില്ലേ ആദിത്യന് അല്ലേ? നെഗറ്റീവ് ഉള്ളേ പെട്ടെന്ന് ഡെസ്പ് ആവും തോന്നുന്നു അല്ലേ, കുറച്ച് പെട്ടെന്ന് അങ്ങ് വിഷമം വരും തോന്നുന്നു, പെട്ടെന്ന് വിഷമം വരുന്ന ആളാ. പിന്നെ ഇച്ചിരി നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞ് അവൻ അവൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടംപോലെ നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ അത് രണ്ടും കൂടെ അങ്ങ് ബാലൻസ്. പണ്ട് ഇവള് പറയായിരുന്നു ഞാൻ കുറച്ച് റോബോട്ടിക് ആണ്, കാര്യങ്ങളെല്ലാം എംപത്തി ഭയങ്കര കുറവാ, EQ എനിക്ക് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് EQയിലും എന്ന് പറഞ്ഞാൽ എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കാനും ആളുകളുടെ ഇമോഷൻസിനെ ശ്രദ്ധിക്കാനും, അതാണ്. പിന്നെ ലിസൺ ചെയ്യാനൊക്കെ ഒരുപാട്, അങ്ങനെ കുറെ ലിസൺ ചെയ്യാൻ അഞ്ജു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ലിസൺ, ഒരാളെ ശ്രദ്ധിക്കുക, പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലേ. അത് അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോഴും തെറാപ്പി എന്നുള്ള ടോപ്പിക്കിലേക്ക് എത്തുന്നത് പോലെ. നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവുമ്പോൾ അത് ഭയങ്കര അഡ്വൈസ് അല്ല അവർക്ക് വേണ്ടത്. അതെ കേട്ടാ മതി. ഇവരെപ്പോഴും പറയും എനിക്ക് എന്റെ ഉത്തരം അറിയാം, അവർക്കറിയാം, ജസ്റ്റ് കേട്ടാ മതി. ഞാൻ അവളോട് ചോദിക്കും നിന്റെ ഉത്തരം എന്താ, അത് നീ ആദ്യം പറ, നീ ആലോചിച്ച് പറ. അപ്പൊ അവള് തന്നെ ആലോചിച്ച് പറയും, എന്നിട്ട് അതിന്റെ റീസണും അവള് തന്നെ പറയും. നമ്മൾ കേട്ടാ മതി. എപ്പോഴും ആ പറയുന്ന സാധനങ്ങൾ മൊത്തം ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഗൈസ് എപ്പോഴും ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാനും ടാസ്കുകൾ ഇൻഡിവിജ്വലായിട്ട് ക്രിയേറ്റ് ചെയ്യാനുമാണ് അവർ വളരെ മികച്ചത്. പക്ഷെ ഗേൾസ് എപ്പോഴും കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്സിലാണ്. ഇപ്പോൾ GD സെഷൻസിലും ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻസിലും ഇങ്ങനെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസിൽ വർക്ക്ഷോപ്സിലൊക്കെ ഗേൾസാണ് ഭയങ്കര ഇതായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പം 3-4 പേര് ഒരുമിച്ച് ചേർന്നാൽ ഇത് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾ ഗൈസ് എപ്പോഴും ഒറ്റയ്ക്ക് മാറിയിരുന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിന്. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് കുറച്ച് കോൺഫ്ലിക്ട്സുകൾ വരുന്നത്. പക്ഷെ അത് നമുക്ക് അറിയാം, ഇപ്പം ഇവൾക്ക് തന്നെ അറിയാം എനിക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ അത് സോൾവ് ചെയ്ത് എനിക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അവൾക്ക് അത് സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് താല്പര്യം. ഒരാളും കൂടെ വേണം അവൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ. പക്ഷെ അയാൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല, കേട്ടാൽ മതി, ഇത്രേ ഉള്ളൂ. എനിക്ക് വേറൊരു സാധനോട് പറയാനുണ്ട്. ഇപ്പൊ എന്നോട് എപ്പോഴും എൻ്റെ തെറപ്പിസ്റ്റ് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ആദിത്യനെ എന്തുകൊണ്ടാ ചൂസ് ചെയ്തെന്നുള്ള സംഭവം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ തലയിൽ കൂടെ നിങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം, എൻ്റെ തലയിൽ കൂടെ 10,000 കാര്യം ഓടുന്നുണ്ടോ അറ്റ് എ ടൈം. അതിപ്പോൾ ഇവൻ നിന്റെ തലയിൽ കൂടെ ഓടുന്നുണ്ടോ. എനിക്ക് ആങ്സൈറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് ഇതൊരു 30,000-40,000 തോട്ട്സ് ആയിരിക്കും എൻ്റെ തലയിൽ കൂടെ ഓടുന്നത്. സപ്പോസ് അത് ആദ്യത്തെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മറ്റേ 0 ആയിട്ട് നിൽക്കും. നമ്മൾ മറ്റേ വീട്ടിലെത്തി
ഹോം, പീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചതും അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് ഇവനെ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതിന്റെയും കാരണം അതാണ്. ഫീൽസ് ലൈക്ക് ഹോം. നല്ലതല്ലേ, ഭയങ്കര നമുക്കതല്ലേ വേണ്ടത് ലൈഫിൽ. ഫീൽസ് ലൈക്ക് ഹോം. വന്ന് എന്തും പറയാം. പിന്നെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാം പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ഫൺ. പറഞ്ഞു കൊടുക്കണേ, നമ്മൾ ഫണ്ണാണ്. ഞാൻ ലൈഫ് ഫണ്ണാണ്. ഞങ്ങളുടെ ആ ഒരു കോമൺ ഫ്യൂച്ചർ കോൺസെപ്റ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാ. സ്ലോ ലിവിങ്, സെറ്റിൽ ചെയ്യണം, കാര്യങ്ങളൊക്കെ വലിയ വലിയ ബഹളങ്ങളൊന്നും വേണ്ട. ഇതിനകത്ത് ഞാൻ എടുത്തു പറയാനൊരു കാര്യം കൂടെ നോക്കാം കേട്ടോ. ഞാൻ പാട്ടൊന്നും നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വരുന്നുണ്ടല്ലേ, അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. കല്യാണം കഴിച്ചതോടുകൂടി ഞാൻ പാട്ടും പരിപാടിയൊക്കെ നിർത്തി. എനിക്കറിയില്ല പാട്ട് നിർത്തേണ്ട ആവശ്യമില്ല. കല്യാണവും പാട്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഞാൻ പാട്ടൊന്നും നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ടച്ചോട്ട് അങ്ങനെ തന്നെ പോട്ടെന്ന്. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് നിന്റെ തലക്കിരിക്കും ഇപ്പൊ ഒരു ഷോയെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ. അറിയാം, തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുക ഭയങ്കര കിടിലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഗ്യാങ് ഉണ്ട് അല്ലെ. ഈ ആദ്യത്തിന്റെ പ്രത്യേകത, ആദ്യത്തിന്റെ ഒരു ഗ്യാങ്ങിൽ പോയി അവിടെ അങ്ങ് മെൽറ്റ് ആവുമല്ലോ. അപ്പം നല്ല കോമൺ ഫ്രണ്ട്സ് ഒരുപാട് അല്ലെ, ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇഷ്ടംപോലെ. അപ്പം ഈവൻ ഐശ്വര്യ ആയിക്കോട്ടെ, ഐശ്വര്യൊക്കെ ഭയങ്കരമായിട്ട് ഐശ്വര്യൊക്കെ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് കല്യാണത്തിനൊക്കെ വരാൻ വേണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. വരത്തില്ല എന്നാ പറഞ്ഞിരുന്നത് രജിസ്റ്റർ മാരേജിന്റെ അന്ന്. നിനക്കറിയായിരുന്നു, എനിക്കറിയായിരുന്നു, പക്ഷെ പറയാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. സർപ്രൈസ് ആയിരുന്നു. ജസ്റ്റ് അതിന് കയറുന്നതിന് മുന്നേ വരെ വീഡിയോ കോള് വിളിച്ചിട്ട് ഐശു എനിക്ക് സാരി ഗിഫ്റ്റ് ചെയ്തത്, കല്യാണത്തിന്റെ സാരി ഗിഫ്റ്റ് ചെയ്തത് ഐശു. അപ്പൊ ആ വീഡിയോ കോൾ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ട്, കൊള്ളാവോ, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞു. അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ഷൂട്ടിന് പോവാ ഹൈദരാബാദില്. വി മിസ് യു. അതിന്റെ ഇടയ്ക്ക് ലക്ഷ്മിയുടെ ഭാഗം ബാക്കിൽ നിന്ന് തള്ളും. പിന്നെ വി മിസ് യു ഡി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നു. കുറച്ച് ഒറിജിനാലിറ്റി വന്നോട്ടെ എനിക്ക് ഇച്ചിരി ഒറിജിനാലിറ്റി എടുത്തു വല്ലാതെ കൂടുന്നുണ്ട്. ഭയങ്കരമായിട്ട് അഞ്ജുന്റെ മുഖത്ത് ഇങ്ങനെ പ്രകടമായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ്. ആദ്യത്തിന് അറിയായിരുന്നു. എനിക്ക് ലാസ്റ്റ് അറിയുള്ളായിരുന്നു. 10 മിനിറ്റ് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്താലും ഒപ്പിടരുത്, ഞാൻ വരുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ഒരു 20 മിനിറ്റ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് ഓൾറെഡി പറഞ്ഞു എന്തായാലും ഡിലേ വന്നു, എന്തായാലും അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. നേരത്തെ പറഞ്ഞല്ലേ, ആദ്യത്തെ എവിടെ ചെന്നാലും അവരുമായിട്ടങ്ങ് സിങ്ക് ആയി പോകുന്ന ആളാണ്. ഇപ്പൊ എന്റെ ഫാമിലി പോയാലും, ഇവിടെ ലക്ഷ്മിയുടെ ആരും അടുത്ത് വന്നാലും, ഐശുവിന്റെ അടുത്ത് പോയാലും, നമ്മളെല്ലാരും കൂടെ ചില്ല് ചെയ്താലും ഇറ്റ്സ് ഫൺ. ഇപ്പൊ എന്റെ ബാൻഡ് മേറ്റ്സ് ഉണ്ട്. എന്റെ ബാൻഡിലെ പിള്ളേർക്ക് എന്നെക്കാട്ടും കാര്യമാണ് ഇവരെ. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്. ആദ്യത്തിന്റെ കയ്യിലില്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ചില്ലറക്കാരനല്ല. ഇതായിരിക്കണം നമ്മുടെ തമ്മിൽ, ആദിത്യൻ ചില്ലറക്കാരനല്ല. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും അഞ്ജു എന്ന് പറയുന്ന എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൺകുട്ടികളുടെ, അതായത് ബാൻഡിന്റെ കൂടെ എപ്പോഴും പോകുന്ന ആളാ. അപ്പൊ അഞ്ജുന്റെ കുറെ വൈബൊക്കെ അങ്ങനെയാ, പിള്ളേരുടെ ഒരു വൈബാ മൊത്തത്തില് അല്ലേ. അപ്പം കൊറേ വർഷമായിട്ട് ഞാൻ ഇവന്മാരുടെ കൂടെ അല്ലേ ചില്ല് ചെയ്യുന്നത്. അപ്പൊ എന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ കൊറേയൊക്കെ അതുപോലെ തന്നെ. നീ ഇപ്പൊ അഞ്ജുന്റെ കൂടെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ടോ? അതുണ്ടോ? ആ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിട്ടായിരിക്കും, പരിപാടി കാണാനായിരിക്കും. ഒരു പരിപാടി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഇവൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, ഇത്ര വർഷമായിട്ട് പരിപാടി കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഒരു പരിപാടി കണ്ടപ്പോഴത്തേക്കാണ് അതിന്റെ ഇവിടെ കോമൺസ് ലൈവ്, അത് ഇവള് പാടുന്ന കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. അതും കൂടെ കാണണം. പക്ഷെ എനിക്ക് മനസ്സിലായി ഇവള് മറ്റേ ദൈവികമായ ഒരു സംഭവമാണ്. അവിടെ ഇരിക്കുമ്പോ തന്നെ എല്ലാവരും കയ്യിലെടുത്ത്. ആ സമയത്ത് ഞാൻ ഇച്ചിരി ഒരു ടഫ് സ്പേസിൽ കൂടെ പോവായിരുന്നു കരിയർ വൈസ്. അപ്പൊ ഞാൻ ഇനി പാട്ട് നിർത്തണോ, വേറെ എന്തെങ്കിലും കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഈ ബിസിനസ് പാട്ടിനോടുള്ള ദേഷ്യമല്ല, ഇതിനകത്ത് ആ ബിസിനസ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ടൂ മച്ച് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അന്ന് ഈ ഷോ കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ സെന്റൻസ് ഇതായിരുന്നു, രഞ്ജു നീ എന്ത് സംഭവിച്ചാലും ശരി നിന്നെ ഞാൻ പാട്ട് നിർത്താൻ സമ്മതിക്കൂല എന്നായിരുന്നു. അന്ന് ആ ഷോയിലാണ് എനിക്കും റിയലൈസേഷൻ ഉണ്ടാകുന്ന, ഓക്കെ ഫൈൻ, മ്യൂസിക് അല്ല പ്രശ്നം, എനിക്കിതിന്റെ ബിസിനസ് സൈഡാണ് എനിക്ക്. ഒരു ദിവസം അഞ്ജു ഇതേപോലെ എൻ്റെ അടുത്ത് കണ്ടു പറഞ്ഞു, ഞാൻ പാട്ട് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അപ്പൊ ഞാൻ പാട്ട് നിർത്തി നിനക്ക് വേറെ എന്തറിയാം, വേറെ ഒന്നും അറിയത്തില്ല. ഇതേ ചോദ്യം കൊണ്ട് ഞാൻ എന്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നു. അപ്പൊ പുള്ളി എടുത്ത് വെച്ചു,
ആ ശരി പാട്ട് നിർത്തിയിട്ട് അഞ്ചു എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, വേറെ എന്ത് ജോലി അറിയാം, മറ്റൊന്നും അറിയില്ല. അപ്പൊ പിന്നെ പാടിക്കും. ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു അന്ന് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ പാട്ട് തുടങ്ങിയപ്പോ കുട്ടി കരച്ചു നിർത്തി. ചെറിയ ബേബി. ആദ്യം എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു അങ്ങനെ അതിനകത്തൊരു പ്രശ്നമാവോ ബഹളമാവോ, പക്ഷെ കൊച്ചങ്ങ് അതാണ് അവിടെ ഒരു ഗ്രേസ് ഉണ്ട് ഭയങ്കര. എനിക്ക് ഓർമ്മയുണ്ട് ആ പരിപാടി കഴിഞ്ഞപ്പോ ഇറങ്ങിയപ്പോ തന്നെ, അതായത് ആദ്യത്തെ എന്റെ അടുത്ത് പറയാ എന്ത് രസമായിട്ട് അല്ലേടി അവള് പാടുന്നേന്ന്, അത് ഉള്ളിൽ വന്നതായിരുന്നു. അപ്പൊ എനിക്ക് പാവം തോന്നി. ഞാൻ പറഞ്ഞാ ശരിയാ, നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ, ഇത് ഞങ്ങളുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഞങ്ങൾ മാറ്റും. ഇത് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഈ ബുക്കിനകത്ത് ഇത് റേഷൻ കാർഡല്ല, ഇതെന്താണ്, ഇത് ഞങ്ങളുടെ സീക്രട്ട്. ഇതൊരു പടവലങ്ങയല്ല, ഇതൊരു പടവലങ്ങയല്ല, ഇതൊരു മത്തങ്ങയല്ല, ഇതൊരു ബുക്കാണ്. ഈ ബുക്കിനകത്ത് ഒരു 10 പേജില് 10 നമ്പേഴ്സിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഓരോ നമ്പർ, അത് ഞാൻ ഒന്നും കൂടെ നോക്കിയില്ല, ഈ ബുക്ക് തന്നെയാ. നിങ്ങൾ ഓരോ നമ്പർ പറയണം. ഓ ഫ്രഷ് ചോദ്യങ്ങളാട്ടോ, പറയാതിരിക്കാൻ വയ്യ. അല്ലേ ആര്യ വിജയകുമാറിന്റെ ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിന്റെ ബിസിനസ് പാർട്ട്ണർ അല്ലേ? നമ്പർ 4. 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ആദിത്യക്ക് വേണ്ടത്. വായിക്കട്ടെ. ഹാവ് യു എവർ ചെക്ക്ഡ് ഔട്ട് എനി ഓഫ് അഞ്ജുസ് ഫ്രണ്ട്? ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ഇല്ലടാ, ഫണ്ണടാ, ഫണ്ണടാ, ഫൺ ചിൽ. ദേ ഇരിക്കുന്നു ജയലളിത പോലെ. ഞാൻ പറയാം. നിന്റെ അയ്യോ എന്നെ ഞാൻ ഒഴികെ വേറെ ആരെ വേണമെങ്കിലും പറയാൻ തോന്നുന്നു അല്ലേ? ഞാൻ വേണ്ട, എന്നെ ഞാൻ ബാക്കി ഇവളെ പറഞ്ഞു. ഇല്ല ഞാൻ പറയാം. അഞ്ജുവിന് ഒരു ഫ്രണ്ട് ഉണ്ട്, മെയ്സി എന്ന് പറഞ്ഞിട്ട്. ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. മെയ്സി നല്ല ക്യൂട്ടാണ്. മെയ്സി കല്യാണം വന്നായിരുന്നു. മെയ്സി കല്യാണം സന്തോഷമായി കാണും നിനക്ക്? എനിക്ക് ഭയങ്കര സങ്കടം വന്നായിരുന്നു മെയ്സി വന്നപ്പോ. മെയ്സി കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്, കരച്ചിൽ കാണാൻ പറ്റിയില്ല. മിസ്സായി പോയി. അല്ല യൂട്യൂബിലുണ്ടല്ലോ, യൂട്യൂബിൽ വൈറൽ ആണല്ലോ. അയ്യോ മെയ്സി യൂട്യൂബിലുണ്ട്, നോക്കിക്കോ. അപ്പൊ നെക്സ്റ്റ് 5 ആണേ. എനിക്ക് വേണ്ട നമ്പർ 10. ഓക്കെ, നിങ്ങളുടെ ഈ ചൈൽഡ്ഹുഡ് നമ്പർ 10 അഞ്ചു പറഞ്ഞേക്കുന്നത്. ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, ചൈൽഡ്ഹുഡ് തൊട്ട് അറിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആ ചൈൽഡ്ഹുഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ഒരു നിങ്ങളുടെ ഏജിങ്, ഇപ്പൊ നിങ്ങൾക്കൊരു ഓർമ്മ വെച്ചൊരു 6 years to 16 years, ആ സമയത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്ന മെമ്മറി പറയാം അഞ്ജുവിനെ പറ്റിയിട്ട്. അല്ല, ആദിത്യനെ പറ്റിയിട്ട്. ആദിത്യനെ പറ്റിയിട്ട്. ഞാൻ ഇവനെ പറ്റിയോ? പെട്ടെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഫണ്ണി മൊമെന്റോ എന്തെങ്കിലും ഒരെണ്ണം. ആദിത്യനെ പറ്റി എനിക്ക് ആദ്യം തലയിൽ വരുന്നത്, ഞാനൊരിക്കൽ പാടുമ്പോൾ ലളിതഗാനത്തിൻ്റെ മത്സരത്തിന് ഞാൻ പാടാനിരിക്കുമ്പോൾ ഇവൻ ബാക്കിൽ വന്നിട്ട്, അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കും, ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ബാക്കിൽ വന്നിട്ട് ഞാനിവിടെ നിന്നാൽ കുഴപ്പമുണ്ടോ, ഞാൻ ഈ പാട്ടൊന്ന് കേട്ടോട്ടെ എന്ന് ചോദിച്ച് വന്ന് നിന്നായിരുന്നു. എന്നിട്ട് ആ ലൈറ്റ് മ്യൂസിക് കേൾക്കാനായിട്ട് ഇവൻ വന്ന് നിന്നായിരുന്നു. മറ്റേ വള്ളിനിക്കറൊക്കെ ഇട്ടിട്ടുള്ള പ്രായമായിരുന്നു. വള്ളിനിക്കർ ഇട്ടിട്ടില്ല, പാൻറ് ഇട്ട പ്രായം. ഒരു കാലഘട്ടം. അത് കേട്ടോ? കേട്ടോ. അന്ന് തൊട്ടേ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ പാട്ട്? ഇവന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനും മെയിൽ ഇതില് മത്സരിക്കുന്നുണ്ട്. അപ്പൊ ആദിത്യയുടെ അമ്മയായിട്ട് കൂട്ടാവുന്നതും ഈ ബേസിസിൽ തന്നെയാ. ആന്റിയും ഭയങ്കര മ്യൂസിക് ലവറാണ്, ഭയങ്കരമായിട്ട് പാട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് പാടുകയും ചെയ്യും ആന്റി. അപ്പൊ രാത്രിയൊക്കെ വീട്ടില് ചെന്ന് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാരും കൂടെ പാട്ടൊക്കെ പാടി ഇരിക്കാൻ പറ്റും. അപ്പൊ അതെനിക്കൊരു ഓർമ്മയുള്ള കാര്യമാണ്. അടിപൊളി. അപ്പൊ അടുത്തത് ആദിത്യൻ പറഞ്ഞു. നമ്പർ 3. ആദിത്യന്റെ മൈൻഡിലെ ഈ ഒരു റിലേഷൻഷിപ്പ്, വാട്ട് ഈസ് ലവ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ലവ്? ആക്ച്വലി കമ്പാനിയൻഷിപ്പ് പോലെ എനിക്ക് തോന്നുന്നത് ലവ് എന്ന് പറയുന്നത്. പിന്നെ ബീങ് ദെയർ ഫോർ ഈച്ച് അതർ, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തന്നെ ഒരു എക്സാക്ട്ലി. ഞാൻ എപ്പോഴും എടുത്ത് പറയും, ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഹയസ്റ്റ് പീക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതായിരിക്കും ലവ് ഫോർ അസ്. നമ്മുടെ ഒരു അങ്ങനെ. അത് ഭയങ്കര നല്ലതല്ലേ, ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ ലൈഫ് ലോങ് പോകാൻ പറ്റുക എന്നുള്ളത്. കാരണം നമ്മൾ ഫ്രണ്ട്സ് ആണ് എപ്പോഴും. ടച്ച്വുഡ്. യെസ്, ടച്ച്വുഡ്. അടുത്ത 5. ഞാൻ 1. ആദിത്യനെ വിളിക്കുന്ന 3 നിക് നെയിംസ്. ആകെ പരമേശ്വര.
ആദിത്യയുടെ പേര് ആദിത്യ പരമേശ്വരൻ എന്നാണ്. അതിന് പുറകെ സ്റ്റോറിയും ഉണ്ടല്ലേ ഈ പരമേശ്വരൻ വിളിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന. ഈ നമ്മൾ ഈ എപ്പോഴും ഈ കരിക്കിനകത്ത് പറയത്തില്ലേ, എടാ ശശി ശശി, എപ്പോഴും മറ്റേ അച്ഛന്റെ പേര് വിളിച്ച് ശീലിച്ചിട്ടുള്ള പരിപാടിയില്ലേ. ഇവൻ എൻ്റെ ഫ്രണ്ട് അഖിലിനെ ഞാൻ വിളിക്കുന്ന, എൻ്റെ ഡ്രമ്മറാണ് അഖിൽ. അഖിലിനെ വിളിക്കുന്ന ബാബുന്നാ, അഖിൽ ബാബു എന്നാ അവന്റെ പേര്. പക്ഷെ ബാബു ബാബു എടാ ബാബു ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇവനെ വിളിക്കുന്ന എടാ പരമേശ്വര. പരമേശ്വരൻ ഇവന്റെ അച്ഛനാണ്. അപ്പൊ ഞാനിപ്പോ വളരെ സൂക്ഷിച്ചും കണ്ടുവേണം എടാ എടാ എന്നൊക്കെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരും വിളി കേൾക്കും. അച്ഛന് മനസ്സിലാകുമായിരിക്കും, എടാ പരമേശ്വര എന്നായിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വോയിസ് മോഡുലേഷനിൽ അച്ഛനെയാണോ മകനെയാണോ തിരിച്ചറിയേണ്ട അവസ്ഥയാണ് ഇപ്പൊ ആ വീട്ടിലുള്ളവർക്ക് അല്ലേ. വേറെ നിക്നെയിം വിളിക്കാറൊന്നുമില്ല അല്ലേ? ശരിയാ, എടാ എടാന്ന് തന്നെയാ വിളിക്കാറുള്ളൂ കൂടിയ സമയം. എടാ എടാന്ന് തന്നെ വിളിക്കാറുള്ളൂ, അല്ലാണ്ട് അങ്ങനെ നിക്നെയിം വിളിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മള് പേര് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നതുകൊണ്ട് ആദിത്യ ആദിത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എടാ എടി എടാ എടി എന്ന് തന്നെ പേര് ഉപയോഗിക്കുന്നത് ഫൈറ്റ്സ് നടക്കുമ്പോഴാണ്. ആദിത്യ അങ്ങനെ അല്ല, അത് എന്ന് പറഞ്ഞാൽ തീർന്ന് ഫൈറ്റ് ആണ്, ഫൈറ്റ് ആണത്. അഞ്ചു എന്ന് വിളിച്ചാ പോയി, അവൾക്ക് അറിയാം ഫൈറ്റ്. പക്ഷെ ഫൈറ്റും ഫണ്ണാണ്, ഫണ്ണാണ്, പ്രോബ്ലം സോൾവിംഗ് ആണ് ഫൈറ്റ്. നീയാണ് പറയേണ്ട നമ്പർ 2 ഒക്കെ കഴിഞ്ഞു. അല്ലല്ല കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞത് ഏതാ കഴിയാത്ത ഏതാ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പാർട്ട്ണറിനെ 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എന്തോ പറയും? കൊള്ളാവുന്ന വല്ലതും പറയണേ. ബബ്ലി. അയ്യേ, മറ്റേ ഇതില്ലേ കുട്ടികളുടെ മ്യൂസിക് കാർട്ടൂൺ ഇല്ലേ, ബബ്ലി. ബബ്ലി ഇങ്ങനെ ബബ്ലി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്താ അത് ഉദ്ദേശിച്ചത്? ബബ്ലി എന്ന് പറഞ്ഞാൽ ബൗൺസിങ് വിത്ത് എനർജി. അതൊക്കെ NIT വളരെ ബുദ്ധിപരമായ ബബ്ലിയെ കുറിച്ചിട്ട്. നൈസാട്ടോ, അത് ശരിയാ. എനർജിയുടെ കാര്യത്തിൽ 5 മണി തോപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും. ഒരാൾക്ക് തോപ്പിക്കാൻ പറ്റും, ഐശ്വര്യലക്ഷ്മി. അയ്യോ ശരിയാ, പ്രത്യേക ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. ഞാനും. അടുത്തതാരാ? അടുത്ത ഞാനാ. 7 ക്വസ്റ്റ്യൻ ഇതാണേ, 5 ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു എമൗണ്ട്, ഒരു ക്യാഷ് ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു, പിന്നെ നമുക്ക് തോന്നി വേണ്ടായിരുന്നു. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? നല്ലൊരു എമൗണ്ട് ഓഫ് മണി, ലൈക്ക് ഇപ്പൊ നമ്മളൊരു ഉദാഹരണം എന്തെങ്കിലും സാധനം, ഒരു ബാഗ്, ഭയങ്കര വിലയുടെ ഒരു ബാഗ് മേടിച്ചു, പിന്നെ നമുക്കങ്ങ് തോന്നുവാ അത് വേണ്ടായിരുന്നു. ഞാൻ പൊതുവെ ഇച്ചിരി പിശിക്കുക. അത് സാധനം മേടിക്കുന്നതിന് മാത്രമല്ല, മൊത്തത്തിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് വേണ്ടിയിട്ട് മണ്ടത്തരം പറ്റിയ സാധനമുണ്ട്. ഞാനൊരു ഇപ്പൊ പോകുന്ന സ്കിൻ ക്ലിനിക്കിലല്ല, അല്ലാതെ ഞാനൊരു സ്കിൻ ക്ലിനിക്കിൽ പണ്ട് പോയിരുന്നു. അവിടെ ഞാൻ ഒരു വല്ലാത്തൊരു എമൗണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തു. ഒരു കുരുവായിട്ട് പോയത് മുഖം മൊത്തം തിരിച്ചു കുരുവായിട്ടാണ് തിരിച്ചു വന്നു. അതിൽ ഞാൻ വല്ലാതെ റിഗ്രറ്റ് ചെയ്തത്. പിന്നെ ആ കുരു മാറാൻ ഞാൻ ഇതിന്റെ ഇരട്ടി എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിൽ ഞാൻ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം അത്. മര്യാദയ്ക്ക് ആദ്യമേ എൻ്റെ പഴയ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇത് 2000 രൂപ തീരേണ്ട കേസായിരുന്നു. എന്നിട്ട് അതൊരു അതൊരു നല്ലൊരു സന്ദേശം കൂടിയല്ലേ, നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാം. അല്ലാതെ പൊതുവെ ഞാൻ അങ്ങനെ ഒരു സ്പെൻഡ് ത്രിഫ്റ്റ് ആളല്ല, വളരെ നോക്കിയും കണ്ടും സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ആകെ കൈവിട്ടു പോകുന്ന കേസ് ഈ മേക്കപ്പില് ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അത് അവരുടെ എല്ലാ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷനാണ്. പിന്നെ ഹാരി പോട്ടർ അത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. എത്ര പൈസ വേണമെങ്കിലും ഞാൻ മുടക്കും. എൻ്റെ എല്ലാ മുടക്കിക്കൊണ്ടേയിരിക്കും. അടുത്തത് ആദിത്യനല്ലേ? 10 കഴിഞ്ഞ് ഞാൻ എന്താ പറയുക എന്റെ ക്വസ്റ്റ്യൻ കേൾക്കട്ടെ. അതായത് നിങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ ആദിത്യന് 5 സ്റ്റോക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടാവും. മോൻ കണ്ടിട്ട് കള്ള ലക്ഷണമുണ്ട്. സ്കൂളിൽ വെച്ച് മേ ബി. സ്കൂളിലല്ല, പിന്നെ ഇപ്പൊ UK ഐ മീൻ പഠിക്കാൻ പോയി പുറത്തേക്ക്, അപ്പോഴൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയില് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരും, അപ്ഡേറ്റ്സ് ഒക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വണ്ടർ ചെയ്യും, ഇവളെന്തായിരിക്കും ചെയ്യുന്നത്, നമുക്കൊരു കണക്ഷൻ ഇല്ല, നമുക്കൊന്ന് വീണ്ടും കണക്ഷൻ ആക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ. UK അല്ലാത്ത സമയത്തല്ല, അതിന് മുന്നേ നമ്മൾ തമ്മിൽ പരിചയമില്ലാത്ത സമയത്ത്. പക്ഷേ ആ സമയത്ത് നമ്മൾ പരിചയമില്ലാത്തതല്ല, ഡിസ്റ്റൻസ് വന്ന സമയത്ത്. അതെ, പിന്നെ ആ സമയത്ത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ നോക്കുമായിരുന്നു ഇടയ്ക്ക് ഇവളെന്താ ചെയ്യുന്നത്, കാരണം ഇവളെൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത്. പിന്നെ 5 ഫേമസ് ആയിരുന്നു, അപ്പൊ ആദിത്യന് 5 എപ്പോഴും അല്ലേ ആക്സസിബിൾ ആയിരുന്നു? അങ്ങനെയല്ല, ഇവള് ഒരു സാധനവും വിട്ടു പറയത്തില്ല. പണ്ടേ ഭയങ്കര മിസ്റ്ററി ആയിരുന്നു.
ഒന്നും Mysterious. മിസ്റ്റീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം ഒരിക്കലും ഒരു ഓപ്പൺ ആയിട്ട് ഒരു കോൺവെർസേഷൻ ഒന്നിനും അവൾ ഒരു ചാൻസേ തരത്തില്ല. അപ്പം ഞാൻ ഓർക്കും മേ ബി അവൾക്ക് താല്പര്യമില്ലായിരിക്കും അങ്ങനെ സംസാരിക്കാനായിട്ട്. അടുപ്പിക്കത്തില്ല. അപ്പോൾ ടു ദ പോയിന്റ് സംസാരിച്ചിട്ട് അപ്പം തന്നെ കോൺവെർസേഷൻ നിർത്തും. അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും സംസാരിക്കത്തില്ല. അപ്പം ഞാനും വിചാരിച്ചു സീരിയസ് പേഴ്സൺ ആയിരിക്കും, അവൾക്ക് താല്പര്യമില്ല. പക്ഷേ അവൾ അവളുടേതായ ഒരു സെറ്റ് ഓഫ് അവളുടെ സ്റ്റോറിയിലൂടെ ആയിരിക്കും അവൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാലോ. ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വിചാരിച്ചിരുന്ന കാര്യമാണ്, കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കത്തില്ല, സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ്. വളരെ നല്ല തീരുമാനം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും അല്ലേ അഞ്ജുവിന്? 5 6 പറഞ്ഞിട്ടില്ല. 5 5 5 അല്ലേ പറയണേ? ശരി, ചോദിക്കണേ. നിർബന്ധിച്ചിട്ട് 5 5 അല്ലേ പറയുന്നത്? അത് ടാസ്ക് ക്വസ്റ്റ്യൻ ആണേ അഞ്ജുവിന്. എന്നാ ഞാൻ ചൊല്ലിട്ട് ഇപ്പോഴേ ഞാൻ പറയാം അതിന്റെ ആൻസർ. ഞാൻ ഊഹിച്ച് കണ്ടുപിടിക്കും. എന്നാ പറ. ഷോ ദി ലാസ്റ്റ് മെസ്സേജ് യു സെൻഡ് ടു ആദിത്യൻ. അത് ഉറക്കെ വായിക്കാവോ? ഫ്രഷ് ക്വസ്റ്റ്യൻ ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് അവൻ എവിടെത്തി മോളെ എന്ന് ചോദിച്ചേക്കുന്നു. അപ്പൊ ഞാൻ ബേബേ വയറ്റില്ല. അപ്പൊ ഇവൻ ഓക്കേ ആ ടോണിൽ. നൈസ്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നേ ഉള്ളൂ ഓപ്ഷൻ. 6. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ 5 എണ്ണം പറഞ്ഞു, ഇവള് 4 എണ്ണല്ലേ പറഞ്ഞോളൂ. അതാ ആണോ? ഞാനല്ലേ സ്റ്റാർട്ട് ചെയ്ത് 8. അല്ല ഇനി 6 ഉള്ളൂ. അല്ല 8 ചോദിച്ചിട്ടില്ല. അപ്പൊ 2 ക്വസ്റ്റ്യൻ മിച്ചുണ്ട്. അപ്പൊ നീ 6, ഞാൻ 8. അല്ല 8 വേണോ നിനക്ക്? പറഞ്ഞു അവൻ 8. ഓക്കെ, ആദിത്യനാണ് പറയുന്നത്. ആദിത്യനല്ലേ? അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സാധനം, എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് ഇതിൻ്റെ ആൾക്ക് മേടിച്ചു കൊടുത്താൽ കൊള്ളായിരിക്കും എന്നുള്ള ആ ഒരു ഇതിലും അത് മേടിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ടോ? എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തന്നെ വഴക്കം പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ടൊക്കെ ഓർഡർ ചെയ്തിട്ട്. ഇവനിങ്ങനെ പൈസ ഇങ്ങനെ, ഞാൻ ഇച്ചിരി പിശിക്കാണല്ലോ, അപ്പൊ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ എന്തെങ്കിലും ഓഫറിൽ കാണുമ്പോ വാച്ചും അതും ഇതുമൊക്കെ വാച്ചൊക്കെ അയക്കുമ്പോഴത്തേക്ക് ഇവള് പറയും എന്തിനാ പൈസ കളയണ്ട വേണ്ട. പക്ഷെ ഈ അടുത്ത് ഞാൻ ഇവൾക്ക് ഒരു സാധനം വാങ്ങിക്കണമെന്ന് കരുതിയത് ഒരു പെൻഡന്റ് വെച്ച ഒരു നെക്ലസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് വാങ്ങിക്കാം, അത് ഇവളിട്ടിട്ട് നല്ല രസമുണ്ട്, പറഞ്ഞു കല്യാണം കഴിഞ്ഞ് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ സമയമായി മേടിക്കാനുള്ള. വാങ്ങാം. ഇനി ഞാൻ 6. അടുത്ത 6 ലാസ്റ്റ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 6ാമത്തെ. ഹു ഈസ് ദാറ്റ് പേഴ്സൺ യു പ്രയോറിറ്റൈസ് ആഫ്റ്റർ യുവർ പാർട്ട്ണർ? പാർട്ട്ണർക്ക് ശേഷം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ. അതിപ്പോ അതൊരു സെറ്റാണ്, എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി, ആര്യ, സേതു, കേവി, ഐഷു, പിന്നെ ആരാടി ഉള്ളത് ടീം. പിന്നെ ബാൻഡില് അഖില്, സാജൻ, ഗൗതം, ഇവന്മാരെല്ലാവരും. ദേവിന് ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടില്ല, ഇവന്മാരെല്ലാം ഓടിച്ചിട്ടിരിക്കുമല്ലോ. ചേട്ടൻ അവര് ഫാമിലിയുടെ ഞാൻ പറഞ്ഞിട്ടില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അത് വേറെ. എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കാനാണല്ലേ ഇഷ്ടം അഞ്ജുവിന്. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഒറ്റയ്ക്കും എനിക്ക് ഇഷ്ടമാണ് ഇരിക്കുന്നത്. പക്ഷെ പാട്ടൊക്കെ ആവുമ്പോ സ്വാഭാവികമായിട്ടും ബാൻഡ് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ലൈവ് ആയിരിക്കുമല്ലോ അല്ലെ? ലൈവ് ഈ മ്യൂസിഷ്യൻസിന്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അവര് കേൾക്കുന്ന സാധനങ്ങളൊക്കെ കേട്ട് അവരോട് ചില്ല് ചെയ്യുന്ന വേറൊരു വൈബാ. പിന്നെ ഉണ്ട് ഋഷിൻ, ഇവരെല്ലാവരും ഈക്വൽ പ്രയോറിറ്റിയാണ്. ഇവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിനക്കറിയാലോ, എനിക്ക് വിരലുണ്ടാവുന്ന കൂട്ടുകാരേ ഉള്ളു. എന്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് വന്നവര് മൊത്തം അവര് ഒരു സെറ്റാണ്. അവരെല്ലാവരും ഈക്വൽ പ്രയോറിറ്റിയാണ്. ഞാൻ എപ്പോൾ ഏത് പാതിരാത്രിക്ക് എന്തിനു വിളിച്ചാലും ഓടി വരുന്ന ആൾക്കാരാണ്. അതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാനും ഓടുന്ന ആൾക്കാരാണ്. നമുക്കറിയാം അവരവിടെ ഉണ്ടെന്നുള്ളത്, നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള ആൾക്കാരാണ്. ആൻഡ് ജെനുവിൻലി നമുക്ക് വേണ്ടി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനകത്ത് ഒരു തരിമ്പ് പോലും അസൂയോ കുശുമ്പോ മറ്റൊരാൾക്കൊരു വളർച്ച ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ സംഭവങ്ങളില്ല. മറ്റേ ആൾ വളരണം എന്ന് വിചാരിക്കും. ഇപ്പൊ ഈവൻ ഐഷു ആണെങ്കിലും, നീ ആണെങ്കിലും, ആര്യാണെങ്കിലും, സേതു ആണെങ്കിലും, കെ വി ആണെങ്കിലും, ഇപ്പൊ ബാക്കി ബോയ്സ് ഗ്യാങ്ങിനെ ഞാൻ മാറ്റി നിർത്താം. ഒരു തരിമ്പ് പോലും ഇതില്ല, ജലസി ഇല്ല അതിനകത്ത്. സോ പ്രൗഡ് ഓഫ് അവർ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇന്ന് രാവിലെ അഞ്ജുവിന്റെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു, അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന്, ആദ്യമായിട്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഒരു ട്രാവൽ പോവാണ് ഒരു സ്ഥലത്തേക്ക് പ്രോഗ്രാമിന്. ഫുഡിന്റെ ഒരു അല്ലേ, അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു
ഇറ്റ് ഫീൽസ് സോ ഗുഡ്. കാരണം നല്ലൊരു ഫാമിലി അല്ലേ? നല്ല നല്ല ഫാമിലി. ഇത് ആമസോൺ ഗ്രീൻ ഫോറസ്റ്റിന്റെ ഫാമിലി. അപ്പൊ ഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും. എനിക്ക് ഓൾറെഡി അറിയുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ഇപ്പോൾ ഒരു ഷോയ്ക്ക് പോവുകയാണെങ്കിൽ അമ്മ എനിക്ക് ഭക്ഷണം കിട്ടിത്തരും. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഫ്ലാറ്റിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് പോകും. ഇല്ലെങ്കിൽ അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ്, നമ്മൾ എഴുന്നേറ്റ് ചെല്ലുന്നതിന് മുന്നേ ഇവർ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ഞാൻ വാമപ്പ് ചെയ്ത് താഴെ ഭക്ഷണം ശരിയാക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവിടെ അമ്മയും ഗിരിജാൻ്റെയും എല്ലാവരും ഭക്ഷണം ആക്കി റെഡിയാക്കി വെച്ചേക്കുക. പാത്രത്തിൽ ഏത് പാത്രത്തിലാക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമായിരുന്നു. സോ ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു ബി ഫൈനലി വിത്ത് ദി അൽ ഗ്രീൻ ഫോറസ്റ്റ്. വീണ്ടും ടച്ച് വുഡ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ടച്ച് വുഡ് എന്നായിരിക്കും. അതുപോലെ തന്നെ ആവട്ടെ അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ് അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. ഇപ്പം ആദിത്യന്റെ ഫാമിലി പോലെ തന്നെ അതിന്റെ ഫാമിലിയിലെ അച്ഛൻ, അമ്മ, അനിയത്തി അല്ലെ? അനിയത്തി അമ്മിണി. അമ്മിണി ഒറിജിനൽ പേര് അന്നപൂർണ. ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ ഹസ്ബൻഡ് പുറത്താ, ആഫ്രിക്കയില. അവര് ഫാമിലി ആയിട്ട് അവിടെയാ, ബിസിനസ്സാ. അവൾ ഓഡിയോളജിസ്റ്റാ. ചിൽ വൈബ്സ് പുള്ളി. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ എന്നല്ല, എൻ്റെ വീട്ടിൽ അപ്പനമ്മ, ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ പുറത്താ, ഓസ്ട്രേലിയയിലാണ്. അവരും ചിൽ മനുഷ്യരാണ്. എല്ലാവരും ചില്ല് ചെയ്ത് വളരെ സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നമുക്ക് കുറച്ചുകൂടി അറിയാം. ആർക്കും ഒന്നും അറിയത്തില്ലാത്തത്. ഇതാണ് ആദിത്യ പരമേശ്വരൻ. യെസ്, ദി ഫേമസ് ഗ്രീൻ ഫോറസ്റ്റ്. ഗ്രീൻ ഫോറസ്റ്റ് എന്ന് കാരണം എന്തിനും പച്ചക്കൊടി മാത്രം കാണിക്കുന്ന. അപ്പൊ താങ്ക് യു സോ മച്ച്. യെസ്. അപ്പം ഇനി വീണ്ടും അല്ലേ എപ്പോഴെങ്കിലും ഒക്കെ അഞ്ജുന്റെ സിംഗിൾ ഇന്റർവ്യൂസ് വരും, ആദിത്യന്റെ സിംഗിൾ ഇന്റർവ്യൂസ് വരും. ഓ മൈ ഗാഡ്. പക്ഷെ നമ്മളിങ്ങനെ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ പരിപാടികൾ മൊത്തം തകിടം പറഞ്ഞത് ആരാണ് ആദിത്യ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ആദിത്യന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആദിത്യന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആണ്. അപ്പൊ ആദിത്യന് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഫോണൊന്ന് സൈലന്റ് മോഡ് മാറ്റാൻ പറ്റുന്നില്ല, എങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഫോളോവേഴ്സിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നു, മില്യൺ വ്യൂസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹം തോന്നിയാണല്ലോ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക്. പക്ഷെ ആദിത്യന് എപ്പോഴും പ്രൈവറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, പ്രൈവറ്റ് ലൈഫിനെ കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ ലക്ഷ്മി നീ വിളിച്ചത് കൊണ്ടാണ് നമ്മൾ വന്ന് ഇത് ചെയ്തത്. സോ മച്ച് ഫ്രം ലാല ടീമിന്റെ. ലാല ഈസ് ഓൾവേസ് ഫാമിലി. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഇത് സേഫ് സ്പേസ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് അവനും ധൈര്യമായിട്ട് വന്നിരുന്നു സംസാരിക്കാം. രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇനിയും ഞങ്ങളുടെ കമ്മിങ് എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഇന്റർവ്യൂ ആയിട്ട് കാണാം. ബൈ ബൈ.